ഗുഡ് മോർണിംഗ്. ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസമാണ് കേട്ടോ. ഇത് അടുക്കളപ്പുറത്തെ പുറകുവശത്തുള്ള ഒരു ചെറിയ ഗാർഡനാണ്. അപ്പോൾ ഇന്ന് ഞാൻ പത്തിരിയും ചെറുപയറും ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ ചെറുപയറൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിന്. അപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് ഏട്ടനെ കൊഴുക്കട്ട വേണമെന്ന്. കൊഴുക്കട്ട അറിയാലോ, കണ്ണൂരൊക്കെ കൊഴുക്കട്ടാണെന്ന് പറയാം, കോഴിക്കോട് എന്താ പറയാന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ശർക്കരയും തേങ്ങയൊക്കെ ഉള്ളിൽ നിറച്ചിട്ടുള്ള ഒരു ഉണ്ട പോലത്തെ സാധനമാണ് കൊഴുക്കട്ട. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. അതിനത് ആദ്യം ശർക്കരയും തേങ്ങയാണ് വേണ്ടത്. ശർക്കര കുനുകുനാന്നൊന്നല്ല, ചെറിയ ചെറിയ വലിയ കഷ്ണമൊക്കെ വീഴുന്നുണ്ട്. അങ്ങനെ ഇതിങ്ങനെ പരത്തി അതിൻ്റെ ഉള്ളിൽ ശർക്കരയും തേങ്ങയും നിറച്ച് ആവിയിൽ വേവിക്കുക. അതാണ് ഇത്. നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുക, പക്ഷേ എനിക്കും ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഗോതമ്പ് വെച്ചിട്ടുള്ളതാണ്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പം എനിക്ക് ഇത് ഉണ്ടാക്കിയിട്ട് വലിയൊരു ശീലമില്ല. ഇത് ഏട്ടൻ്റെ അമ്മയാണ് ഇന്ന് ഉണ്ടാക്കൽ. ഇന്ന് അമ്മ ഇവിടെ ഇല്ല. അമ്മേൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോയിട്ടാണുള്ളത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചു. എനിക്ക് അത് കറക്റ്റായിട്ടൊന്നും ആയി വരുന്നൊന്നുമില്ല, എന്നാലും ഞാൻ ട്രൈ ചെയ്ത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ വന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടാണ്. അതേ കഴിഞ്ഞതാ ഞാനതിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ആ ബോളായിട്ടുള്ളത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. എന്നാലും അതിലിടയ്ക്ക് ഏട്ടൻ വന്ന് നല്ല രീതിക്ക് തന്നെ ചെയ്യുന്നുണ്ട്. ഏട്ടൻ വന്ന് ഹെൽപ്പ് ചെയ്ത്. അങ്ങനെ ചായക്ക് വെള്ളം വെക്കുകയാണ്. അങ്ങനെ ചായക്ക് വെള്ളം വെച്ചു. ഇഡ്ഡലി തട്ട് ആവി വെള്ളം വേണ്ടി വെച്ചു. അതിലേക്ക് ഈ ഓരോ ബോൾസാക്കി വെച്ചത് അതിലേക്ക് ആവി കയറ്റാനായി വെച്ചു കൊടുത്തു. അങ്ങനെ അത് സെറ്റായി. അതിലിടയ്ക്ക് മോൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ എല്ലാ ബോൾസും റെഡിയായി. അങ്ങനെ അത് അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ ചായ തിളച്ച്. അങ്ങനെ മോൾക്കുള്ളത് ഫുഡ് ഉണ്ടാക്കുകയാണ്. മോൾക്ക് റാഗി കൊടുക്കലുണ്ട്. റാഗിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഫസ്റ്റ് ഇതാക്കിയ പാടാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ കുറുക്കി വരും. ഇങ്ങനെയല്ല കൊടുക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഫുഡൊന്നും അങ്ങനെ കഴിക്കുന്നില്ല. അപ്പോൾ റാഗി എങ്ങനെയായാലും ഞാൻ കൊടുക്കലുണ്ട് രാവിലെയും വൈകുന്നേരം. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഉണ്ട റെഡിയായി, ചായ റെഡിയായി.